സോ ഹലോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ട്രെയിലർ ആണ്. സോ യാത്ര ടു കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ യാത്ര ടൂയുടെ ടീസർ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അപ്പോൾ യാത്ര ടു എന്നുള്ള ഫിലിമിൻ്റെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഓടിപ്പോയി യാത്ര ടു എന്നുള്ള എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു സിനിമയാണ് കേട്ടോ. മേ ബി എനിക്ക് കാണാൻ പറ്റുക വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും കാണും. സോ നമുക്ക് എന്തായാലും ട്രെയിലർ കാണാം അല്ലേ? సో ట్రైలర్. నా బిడ్డకి పుట్టుకతోనే చెవుడుందన్నా. చెవుడు వల్ల మాటలు కూడా రావు. ఏదో మిషన్ పెడితే వినపడి మాటలొస్తాయని డాక్టర్లు చెప్పినారు. అన్నా, మాకంత స్తోమత లేదు. Actually, I don't understand anything, but I can understand by their feelings what they are saying. Anyway, మన రాష్ట్రానికి ఉన్న బడ్జెట్కి ఒక మనిషి మీద 4 లక్షలు ఖర్చు పెట్టడం ఐ డోంట్ థింక్ ఇట్ ఈస్ రైట్ సార్. నువ్వు చెప్పింది కరెక్టేనయ్యా, నాకు అర్థమైంది. కానీ మనం చెయ్యలేమనే మాట ఈ పాపకి అర్థమయ్యేలా చెప్పు. Tell him to stop the yatra immediately. ఈ ఓటమి ఎలా ఉండాలంటే, మన దేశంలో ఎవడైనా కాంగ్రెస్ పార్టీకి ఎదురు తిరగాలంటే భయపడాలి. జగన్ రెడ్డి కడపోడు సార్. శత్రు మీద ప్రతీకారం తీర్చుకోవాలి అని నిర్ణయించుకున్నాక వాళ్ళు నాశనమైపోతారు అని తెలిసిన శత్రువుకి తల వంచరు సార్. ఈ రోజుల్లో రాజకీయం చేయాలంటే సిద్ధాంతాలు, విలువలు పనికిరావయ్యా. అవసరాలను బట్టి ముందుకు పోవాలి. సంతోష్ ఎన్నికలు అయిపోయాక జనాల్ని మోసం చేసి నా క్రెడిబిలిటీ పోగొట్టుకోలేనన్నా. ఆ క్రెడిబిలిటీ లేని రోజు మా నాయన లేడు, నేను లేను. పవర్ ఆఫ్ వైఎస్ఆర్. నువ్వు మా వైఎస్ఆర్ కొడుకు అన్నా, మాకు నాయకుడుగా నిలబడన్నా. అన్నా ఉన్నావన్నా? అన్నా అన్నా నేను విన్నాను, నేనున్నాను. എല്ലാവരും ഒന്നാണ്. സോ ഇതാണ് നമ്മുടെ YSR അല്ലെങ്കിൽ യാത്ര എന്നുള്ള ഫിലിമിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലർ. സോ നമ്മുടെ മമ്മൂട്ടി ഈസ് എ ബിഗ് ആക്ടർ, ഈസ് എ പാൻ വേൾഡ് സിനിമയുടെ ഒരു കിഡിലം അഭിനയം മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ഒരു ആക്ടർ ആണ്. നമ്മളെ അംബേദ്കർ ആണെങ്കിലും അങ്ങനെ പല പല സിനിമകളുണ്ട്. അപ്പം അതിൽ ഒരെണ്ണം മാത്രമാണ് മമ്മൂട്ടി യാത്ര എന്നുള്ളൊരു. സോ യാത്ര ടു ഇതിലും പുള്ളിക്ക് അഭിനയിക്കാൻ കുറേ സീൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. സോ ഇതിലെന്താണ് യാത്ര ടു എന്നുള്ള ഫിലിമിൽ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ ഒരു ഫിലിം ഇറങ്ങുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഓഫ് കോഴ്സ് മമ്മൂട്ടി ദ ലെജൻഡ് ആൻഡ് ജീവ എന്നുള്ള നടനാണ്. അങ്ങനെ എന്താ പറയുക, നമ്മളെ ശിവമേഘയാണ് ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് ഓഫ് കോഴ്സ് മതി ആണ് ഇതിലെ ക്യാമറ. സോ അങ്ങനെ ഒരു കൂട്ടം കിടിലം എന്താ പറയുക, ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര വെയിറ്റിംഗ് ആണ് യാത്ര ടു. കാര്യം ഞാൻ കണ്ടു, സൂപ്പർ ഡൂപ്പർ മൂവി. ആ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഇലക്ഷനിൽ അവർ ജയിച്ചതും. സോ നമുക്ക് എന്താ പറയുക, ഒരു ആശ്ചര്യമില്ല. കാര്യം അത് നോർമലി അതങ്ങനെയാണല്ലോ.
എല്ലാ പാർട്ടികളും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്താ പറയുക, ഈ സിനിമകളെല്ലാം ഈ നമ്മളെ എന്താ പറയുക, നമ്മളെ ഇടയ്ക്ക് ദിലീപിൻ്റെ ഒരു സിനിമ വന്നല്ലോ, വയസ്സായിട്ട് കഥ പറയുന്നത്. സോ അതേപോലെ തന്നെയാണ് എല്ലാം. സോ എനിക്കൊന്നും പറയില്ല. മേ ബി ഇത് അതേപോലെ ആണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഐ എം ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. സോ താങ്ക് യു സോ മച്ച്.